ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 12 വ്യാഴാഴ്ചയാണ്. ഒത്തിരിയേറെ വാർത്തകളുള്ള ഒരു പ്രഭാതം തന്നെയാണ് ഇന്ന്. ഫെബ്രുവരി 28 ആരംഭിച്ച US ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അയവില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ശ്വാസനാളം എന്നറിയപ്പെടുന്ന ഹോർമുസ് കടലെടുക്ക് അടഞ്ഞിരിക്കുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി വരുന്നത്. ഇന്ത്യയുടെ എണ്ണ ആവശ്യകതയുടെ 85%, ഗ്യാസ് ആവശ്യത്തിന്റെ 50% ഇറക്കുമതി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലാണ്. ഇന്നലെ ഹോർമുസ് കടലെടുക്കിന് സമീപം 4 ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായി. ഇതോടെ ഓയിൽ പ്രൈസുകൾ 3% വരെ ഉയരാനും കാരണമായി. ഓയിൽ പ്രൈസുകൾ ഒരിക്കൽ കൂടി നേട്ടമുണ്ടാക്കിയപ്പോൾ ഇന്ത്യൻ വിപണി വലിയ ഇടിവിലേക്കാണ് പോയത്. ഇനി നമുക്ക് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു റഷ്യയിൽ നിന്നും എണ്ണ എത്തും എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ വലിയ തിരിച്ചടിയായിട്ട് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നത്, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അതിൻ്റെ ചിലവ് വലിയ തോതിൽ തന്നെ വർദ്ധിക്കും. പണ്ട് നമുക്ക് ഡിസ്കൗണ്ടിൽ ലഭിച്ചിരുന്ന ഓയിൽ പ്രൈസുകൾ ഇനി മുതൽ ഡിസ്കൗണ്ടിലല്ല, അടിസ്ഥാന വിലയേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു വില നമ്മൾ റഷ്യൻ ഓയിലിന് കൊടുക്കേണ്ടി വരും എന്നുള്ള വലിയൊരു പ്രശ്നം കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് സമ്മർദ്ദം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ന് വൈകുന്നേരം പുറത്തു വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഡാറ്റ തന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് ആദ്യം US മാർക്കറ്റുകൾ. അമേരിക്കൻ ഓഹരി വിപണി ബുധനാഴ്ച താഴ്ന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ റിപ്പോർട്ട് പ്രതീക്ഷിച്ചതിലും മിതമായിരുന്നെങ്കിലും നിക്ഷേപകർ കൂടുതലായി ഇപ്പോഴും ശ്രദ്ധിക്കുന്നത് അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധം തന്നെയാണ്. ഇന്നലെ കൂടുതൽ ഇടിവുണ്ടാക്കിയത് ഡൗ ജോൺസ് ആയിരുന്നു, 0.6%. S&P 500ഉം നാസ്ഡാക്കും ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ചൊവ്വാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം ഇതായിരുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസ് വഴി കപ്പലുകൾ പോകുന്നതിന് സംരക്ഷണം നൽകും എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു. എന്നാൽ ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസ് മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുന്നത് വലിയ ഒരു ആശങ്കയായിട്ട് നിക്ഷേപകർ എടുക്കുന്നുണ്ട്. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ടെക്സൈഡിൽ ഇൻഫോസിസ് 1% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ വിപ്രോ 7% ഇടിവാണ് ഇന്നലെ ഉണ്ടാക്കിയത്. HDFC ബാങ്ക് 3% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് 2.75% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം കൂടി ഇന്നുണ്ടായിരിക്കുന്നത്, ഇന്റർനാഷണൽ എനർജി ഏജൻസി കൂടി വലിയ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആവശ്യമായാൽ 400 മില്യൺ ബാരൽ എണ്ണ സ്ട്രാറ്റജിക് റിസർവിൽ നിന്നും റിലീസ് ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഇപ്പോൾ ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഒരിക്കൽ കൂടി $100 എത്തിയിരിക്കുകയാണ്. ബ്രണ്ട് WTI ഫ്യൂച്ചേഴ്സ് 7% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ വിപണിയും ഇന്നലെ ബുധനാഴ്ച നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. എല്ലാ സെക്ടറുകളും നെഗറ്റീവിൽ തന്നെയായിരുന്നു. ഇനി ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ വോളറ്റാലിറ്റിയാണ് ഇപ്പോൾ ഓയിൽ പ്രൈസുകളിൽ കാണാൻ കഴിയുന്നത്. കൂടാതെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ കൂടി ഉള്ളതിനാൽ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഇടിവിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.25% ഇടിവിലും കോസ്പി മാർക്കറ്റ് 0.34% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,785 എന്ന നിലയിൽ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏകദേശം 150 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഇനി ഗോൾഡ് പ്രൈസുകളിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡിൽ 0.4% ഇടിവാണ് കാണുന്നത്. 1,19,320 എന്ന നിലയിലാണ് കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് ഇന്നലെയുള്ളത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $70,000 തന്നെയാണുള്ളത്. ഇന്നത്തെ എല്ലാ കീ ഹൈലൈറ്റ്സുകളും നമ്മളിവിടെ പറഞ്ഞു പോയി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരായി ഉണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് റിലയൻസുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കയിലെ ടെക്സൈസിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയിലെ ആദ്യത്തെ പുതിയ ഓയിൽ റിഫൈനറി നിർമ്മിക്കാൻ പദ്ധതിയിടുന്നെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ടെക്സാസിലെ പോർട്ട് ഓഫ് ബോവൻസ്വില്ലിൽ നിർമ്മിക്കുന്ന ഈ പദ്ധതി ഏകദേശം $300 ബില്യൺ വില വരുന്ന വമ്പൻ എനർജി പ്രൊജക്റ്റ് ആണെന്നാണ് റിപ്പോർട്ട്. ഈ പദ്ധതിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് കൂടി പങ്കാളിയാകുമെന്ന് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും റിലയൻസ് ഇതിൽ എത്രത്തോളം വലിയ നിക്ഷേപം നടത്തും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഏതായാലും വലിയൊരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിന്റെ ഭാഗമാവാൻ റിലയൻസ് ഇൻഡസ്ട്രീസിന് സാധിച്ചത് തന്നെ വലിയൊരു കാര്യമായി തന്നെ കാണാം. ഈ പോസിറ്റീവായിട്ടുള്ള വാർത്ത റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഇന്നത്തെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുമ്പോഴും ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്നാണ് ഇന്ത്യയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരുന്നത്.
കേന്ദ്ര സർക്കാർ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ലക്ഷ്യം 4% എന്ന നിലയിൽ തുടരാൻ തീരുമാനിച്ചു. അടുത്ത 5 വർഷത്തേക്ക്, അതായത് 2031 മാർച്ച് വരെ ഈ ലക്ഷ്യം തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇന്നത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ എത്തരത്തിലായിരിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2026 ജനുവരിയിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഏകദേശം 2.75%. ഇനി 2026 ഫെബ്രുവരി, അതായത് ഇന്ന് പുറത്തു വരാനിരിക്കുന്ന ഫെബ്രുവരി മാസത്തെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 3.11%. ഇപ്പോഴത്തെ ഈ യുദ്ധം ആരംഭിച്ചത് ഫെബ്രുവരി 28 ഇന്ന് പുറത്തു വരാനിരിക്കുന്ന ഫെബ്രുവരി മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയിൽ വ്യക്തമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. RBIയുടെ എസ്റ്റിമേറ്റ് പ്രകാരം ക്രൂഡ് ഓയിൽ 10%-ൻ്റെയൊക്കെ വർധനവ് വന്നു കഴിഞ്ഞാൽ തന്നെ 0.3% ഇൻഫ്ലേഷനിൽ ഒരു വർധനവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ $10 വർധനവ് ക്രൂഡ് ഓയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5% ഒക്കെ ഒരു GDPയിലുള്ള ഇടിവിനും സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം വിപ്രോ. അമേരിക്കയിലെ ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ് സർവീസ് കമ്പനിയായ ട്രൂ സ്റ്റേജിൻ്റെ റിട്ടയർമെന്റ് സർവീസിൽ നവീകരിക്കാൻ മൾട്ടി ഇയർ കോൺട്രാക്ട് വിപ്രോ നേടി. കമ്പനി ഓംനിടെക് എഞ്ചിനീയറിംഗ് ആണ്. വെതർഫോർഡ് പ്രൊജക്ട്സ് GmbHൽ നിന്ന് 920 കോടി രൂപയുടെ വില വരുന്ന 5 വർഷത്തെ കരാർ കമ്പനിക്ക് ലഭിച്ചു. അടുത്ത KEC ഇന്റർനാഷണൽ ആണ്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിലെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊജക്റ്റുകൾക്ക് 1476 കോടി രൂപയുടെ പുതിയ വർക്ക് ഓർഡർ കമ്പനി നേടി. ഇതോടെ ഈ വർഷത്തെ മൊത്തം ഓർഡർ ബുക്ക് 22,800 കോടി രൂപയായി. അടുത്തത് സമൃദ്ധ മദർസൺ ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ്. യുത്തേക്ക ഓട്ടോപോർട്സ് ഇന്ത്യയിലെ 100% ഓഹരികൾ വാങ്ങാൻ കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞു. അടുത്ത വാസ്കോൺ എഞ്ചിനീയേഴ്സ് എന്ന കമ്പനിയാണ്. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് 115.9 കോടി രൂപ വില വരുന്ന ലോട്ടസ് പാർക്ക് ഡെവലപ്മെന്റ് പ്രൊജക്ട് കമ്പനിക്ക് ലഭിച്ചു. 24 മാസത്തിനകം പൂർത്തീകരിക്കണം. അടുത്ത അശോക് ലൈലൻഡ് ആണ്. ചെന്നൈയിൽ പുതിയ ബാറ്ററി പാക്ക് മാനുഫാക്ചറിംഗ് പ്ലാന്റ് കമ്പനി ആരംഭിച്ചു. 400 മുതൽ 500 കോടി രൂപ വരെ നിക്ഷേപം കമ്പനി നടത്തും. ഏതായാലും ഈ ഒരു വാർത്തയുടെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ KEC, അശോക് ലൈലാൻഡ്, മദർസൺ തുടങ്ങിയ കമ്പനികളാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സമ്മൻ ക്യാപിറ്റൽ, സെയിൽ തുടങ്ങിയവയാണ്. FIS സെല്ലിങ്ങിൽ തന്നെയാണ്. 6,267 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെ അവർ സെൽ ചെയ്തത്. DIS ആവട്ടെ 4,966 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ഇന്നലെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഹെവി സെല്ലിംഗ് പ്രഷർ തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. 23,867 395 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ആദ്യം ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ആരംഭിക്കാം. ഒരു ഡോജി ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഇന്നലെ ഫോം ആയത്. പക്ഷേ ലോവർ ലെവലിൽ നല്ല ബൈയിങ് പ്രഷർ കാണിച്ച ഒരു ക്യാൻഡിലാണെങ്കിലും നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ക്ലോസിംഗ് വെച്ചിട്ടില്ല. അതൊരു ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്കിലി ക്ലോസിംഗ് വെക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നതാണ്. അത്തരത്തിൽ ആ ഒരു സെല്ലിംഗ് പ്രഷർ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്ന ഒരു ക്യാൻഡിലായിരുന്നു ഇന്നലെ നമുക്ക് ഫോം ആയത്. ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഉപകാരപ്രദമാവുന്ന വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നലത്തെ ആ ഒരു ക്യാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലോങ് റെഡ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ആ ഒരു സപ്പോർട്ട് സോണിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതും. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുക എന്നത് മാത്രമല്ല, മാർച്ച് 9-ാം തീയതിയിലെ ലോ ആയിട്ടുള്ള 23,700 കൂടി ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഫോള് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,700-ഉമാണ്. നിഫ്റ്റിയേക്കാൾ
കൂടുതൽ ഇടിവുണ്ടായത് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. 2% മുകളിൽ ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞു. 55,736-ൽ 1,215 പോയിന്റ്സാണ് ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയിലും മാർച്ച് 9 ലോ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ പിന്നീട് പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് 54,989 ആണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇനി നമ്മുടെ ട്രേഡിംഗ് കോഴ്സ് ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് താഴെ നൽകിയിരിക്കുന്ന ആ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതേ നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.